നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയുടെ പ്രചരണത്തിന് വേണ്ടി എത്തിയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് 2 മണ്ഡലങ്ങളിലായിരുന്നു. ഒന്ന് തൃശൂർ, ഒന്ന് തിരുവനന്തപുരം. ഈ 2 മണ്ഡലങ്ങളിലും BJPക്ക് വലിയ വിജയ പ്രതീക്ഷകളുണ്ട് താനും. അതിനിടയിലാണ് ഒരു പുതുമുഖമായ അനിൽ ആന്റണിയുടെ മണ്ഡലത്തിലേക്ക് മോദി എത്തുന്നത്. എന്തുകൊണ്ടായിരിക്കാം പുതുമുഖമായ അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ട് തേടാൻ നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നരേന്ദ്രമോദിയുടെ പത്തനംതിട്ടയിലെ റാലി കേന്ദ്ര നേതൃത്വം ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണി ഒരുപക്ഷെ അപ്രതീക്ഷിതമായ വിജയം സ്വന്തമാക്കിയേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നത്. കാരണം അനിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള വിവിധ മത ജാതി വിഭാഗത്തിൽപ്പെട്ട പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുമായി ഈ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ദൂതന്മാർ കൃത്യമായ ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അനിൽ ആന്റണി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. നമുക്കറിയാം, നേരത്തെ PC ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഒരു പുതുമുഖമായ അനിൽ ആന്റണി പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഇതിന്റെ ഒരു പകരം എന്നോണം PC ജോർജിന്റെ മകനായ ഷോൺ ജോർജിനെ സംസ്ഥാന തലത്തിൽ BJP ഉയർത്തുന്നുണ്ട്. അതിന് പിന്നിലും ഇതേ ചർച്ചകൾ നൽകിയ ആത്മവിശ്വാസമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നടത്തം തന്നെയാണ്. BJP പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകുമ്പോൾ കേന്ദ്രത്തിന്റെ പ്രത്യേക സംഘം അടിത്തട്ടിൽ വോട്ട് ഉറപ്പിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ ചർച്ചകളും മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. ഈ ആത്മവിശ്വാസം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടി എത്തുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനുമൊക്കെ ലഭിച്ച അതേ പ്രാധാന്യം തന്നെ പത്തനംതിട്ടയ്ക്കും ഇതിലൂടെ ലഭിക്കും, പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ. കാരണം കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, രാജ്യത്തിന്റെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൻ അവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ വാർത്തയാവാതിരിക്കില്ല. എന്തായാലും പത്തനംതിട്ടയിൽ BJPക്ക് വലിയ വിജയ പ്രതീക്ഷകളുണ്ട്. അതിന്റെ ഭാഗമായാണ് മോദി എത്തിയത്. മോദി എത്തിയത് വെറുതെ അല്ല, കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുകൂടി നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.